2 ലക്ഷം രൂപയുണ്ട്. ഇത് ജോണിയുടെ വിഹിതം. നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിത്തറയാവട്ടെ ഈ പണം. സാർ, ഇതെന്താണ് സാർ? എനിക്ക് ഇത്രയും വേണ്ട സാർ. ഇതെന്താണെന്നോ? ഇതാണ് പണം. ജോണി കൂടുതൽ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇക്കാലത്ത് പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? അതിരിക്കട്ടെ, എന്താ ജോണിക്കൊരു മടി? മനസാക്ഷി കുത്ത്. നോക്കൂ ജോണി, ഈ നൂറ്റാണ്ടിൽ മനസാക്ഷി ഒരു അനാവശ്യ സാധനമാണ്. ഇനി ഉണ്ടെന്നിരിക്കട്ടെ, അത് നമ്മളെ കുത്തുകയും കൂടി ചെയ്താലോ? ജോണിക്ക് ഈ പണം തന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല. തനിക്ക് തന്നതിന്റെ 3 ഇരട്ടി എനിക്ക് കിട്ടി. ഒരു കണക്കിന് തന്റെയും കൂടെ കഴിവുകൊണ്ടല്ലേ ഈ പണം കിട്ടിയത്. നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല, പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ്. ഇന്നു മുതൽ തനിക്കും കൂടി ഈ സംഘത്തിൽ ഒരു മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു. എന്താ? ജോണിയുടെ സഹായം ഇനിയും എനിക്ക് വേണം. എന്താണ് സാർ? ഉണ്ണിത്താൻ ഒരു വലിയ സ്രാവായിരുന്നു. അയാൾ വിഴുങ്ങിയതിന്റെ 100-1 പോലും നമ്മൾ കണ്ടെത്തിയില്ല. അയാളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കെല്ലാമാണെന്ന് ജോണി രഹസ്യമായി കണ്ടുപിടിക്കും. എല്ലാം അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. ആരാണ്? വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കൂ. നോ താങ്ക്സ്. നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട്. വാറണ്ടോ? എന്താ കാര്യം? നിങ്ങളുടെ മകനും ഉണ്ണിത്താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു ബന്ധമില്ല സാർ. അവൻ ഉണ്ണിത്താനെ കോൺട്രാക്ട് ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നു. മിസ്റ്റർ തോമസ്, നിങ്ങളെ കൂടാതെ ഈ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഞാനും എന്റെ മകളും മാത്രം, പിന്നെ ജോലിക്കാരും. മകളെവിടെ? വിളിക്കൂ. ഡോളി, ഡോളി. എന്താ ഡാഡി? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇനി നീങ്ങി നിൽക്കുമോളെ. സെർച്ച് കഴിയുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ആ റൂം സെർച്ച് ചെയ്യും. മോളൊരു കാര്യം ചെയ്യും. ഡ്രൈവറോട് ആ കൊച്ചിനയുടെ മകൻ ജോണിയെ ഉടനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ. വേഗം വേണം. താഴെ ഒന്നുമില്ല സർ. അതിനകത്തോട് നോക്കൂ. യെസ് സർ. മിസ്റ്റർ തോമസ്, ഈ റൂമിന്റെ താക്കോൽ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? താക്കോൽ എവിടെ? താക്കോല് തരുന്നോ അതോ ഞാൻ ചവിട്ടി തുറക്കണോ? ഇതെന്റെ മകന്റെ മുറിയാണ്. അവൻ അവധിക്ക് വന്ന് പോയതിൽ പിന്നെ ഞാനോ എന്റെ മകളോ ഈ മുറി തുറന്നിട്ടില്ല. ഈ മുറി തുറക്കരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ പൊന്നു കുഞ്ഞെ, എന്നെ ഒന്ന് രക്ഷിക്കണം. എന്താ സാർ കാര്യം? പറ. വരൂ. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഓ അത് ശരി, ഞാനിപ്പോ ഉപദ്രവമായി. തോമസ് സാർ ആളയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ താക്കോല് കൊടുത്തില്ലേലും അവര് തുറക്കും. ഇനി മുറിക്കകത്ത് കുഴപ്പമുള്ള സാധനങ്ങൾ വല്ലതും ആണെങ്കിൽ അപ്പീൽ പോലും ഇല്ലാത്ത കേസാ. മര്യാദയ്ക്ക് ആ താക്കോലം കൊടുക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് സംഗതി ഒതുക്കാം.
ആഹാ, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ പോണു. നിൽക്കൂ. കീ തരാം. ഇതാ താക്കോല്. ആ, നിങ്ങൾ ജീപ്പ് എടുത്ത് പൊയ്ക്കോളൂ. ഞാൻ മിസ്റ്റർ തോമസിന്റെ കാര്യം വന്നോളാം. യെസ് സർ. എന്താണ് ഈ പെട്ടിക്കുള്ളിൽ? എനിക്ക് അറിഞ്ഞുകൂടാ സാർ. ഉണ്ണിത്താൻ വന്ന് ചോദിക്കുമ്പോ അങ്ങ് കൊടുത്തേക്കണമെന്നാ മോൻ പറഞ്ഞിരിക്കുന്നത്. ദയവ് ഈ കേസ് എടുക്കരുത്. ഈ പെട്ടിയിലുള്ളത് മുഴുവനും അങ്ങെടുത്തോളൂ. നമ്മൾ 3 പേരല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പം എന്റെ മകൻ ജയിലിൽ കയറുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല സാർ. ദയവ് ചെയ്ത് ഈ കേസ് എടുക്കരുത് പ്ലീസ്. ഞാൻ എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ചെയ്യാം. എന്നെ ഒന്ന് രക്ഷിക്കണം. ഈ റൂമിന്റെ ചാവി എന്റെ കയ്യിലിരിക്കട്ടെ. ഞങ്ങൾ പോയിട്ട് രാത്രി വരെ. ആ കാറിന്റെ കീയും തരാമോ? ഇപ്പൊ കൊണ്ടുവരാം. തൽക്കാലം ആ പെട്ടികൾ അവിടെ നിന്ന് മാറ്റുന്നത് കുഴപ്പമാണ്. ഇത്രയും അധികം സ്വർണം ഒറ്റയടിക്ക് വിറ്റഴിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതവിടെ നിന്ന് മാറ്റാതിരുന്നാൽ അതിലേറെ കുഴപ്പം. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ. എന്താണ് സാർ? ആ തോമസിന്റെ മകളുണ്ടല്ലോ, ഡോളി, താൻ അവളെ വിവാഹം കഴിക്കണം. അടുത്ത ഞായറാഴ്ച തന്നെ. സാർ, സാറിനെ കളിയാക്കുകയാണ്. എന്താ, തനിക്ക് അവളെ പേടിയാണ്? ആ പെണ്ണ് വെറും സാധുവല്ലേ? അതല്ല സാർ, അവരൊക്കെ നിലയും വിലയുള്ളൂ. വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഞാൻ, അല്ലെങ്കിൽ തന്നെ തോമസ് സാർ ഇത് ഒരിക്കലും സമ്മതിക്കില്ല. ഭയങ്കര. തോമസ് സാർ സമ്മതിച്ചാൽ നോക്കാമെന്നുണ്ടല്ലേ? അയാൾ സമ്മതിക്കും, അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. ഈ മരണക്കുടുക്കിൽ നിന്നും മലയിൽ തോമസ് രക്ഷപ്പെടണമെങ്കിൽ ഇത് നടന്നേ തീരൂ. പ്രിയപ്പെട്ട പരമു, ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുണ്ട്. നീ എന്നോട് പിണങ്ങരുത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ വിവാഹമായിരുന്നു. പെണ്ണിന്റെ പേര് കേൾക്കുമ്പോൾ നീ അന്തം വിട്ടു പോകുമെന്ന് എനിക്കറിയാം. മലയിൽ തോമസ് സാറിന്റെ മകൾ ഡോളി. നേരിൽ കാണുമ്പോൾ എല്ലാം വിശദമായി പറയാം. മനഃപൂർവ്വമാണ് നിന്നെ വിവരം അറിയിക്കായിരുന്നത്. തൽക്കാലം നീ നാട്ടിൽ വരുന്നത് നല്ലതല്ല എന്ന് കരുതി. സന്തോഷ വാർത്ത എന്ന് ഞാൻ ആദ്യം എഴുതിയല്ലോ, അല്പം ദുഃഖം കൂടിയുണ്ട്. കല്യാണത്തിന്റെ പിറ്റേ ദിവസം തോമസ് സാർ ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു. ഭാഗ്യത്തിന് ഞാൻ വീട്ടിലില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊന്നതാണെന്ന് നാട്ടുകാർ ചിലപ്പോൾ പറഞ്ഞേനെ. നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും തൽക്കാലം ഞാൻ അത് മനസ്സിൽ ഒതുക്കുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? ഭയമി അന്വേഷിച്ചതായി പറയണം. നിർത്തട്ടെ. സ്വന്തം ജോണി. എടാ കള്ള കഴിവേറി. അവിടെ നോക്ക്, നല്ല ചേലല്ലേ? നീ ഇന്ന് കാവല് വരുന്നോ? എന്തിനാ? നമുക്ക് നില്ലേ, അങ്ങനെ അങ്ങ് പോയാലോ? എന്താ മണംകുറ്റിയില് നോട്ടെ.
നല്ല ഒന്നാന്തരം തേൻ. ഇതാർക്കാ? ഭൈമി തമ്പ്രാട്ടിക്കാ. ഓ, ഭൈമിക്ക്. ഭൈമി തമ്പ്രാട്ടി. അല്ല, അപ്പൊ എനിക്കൊന്നുമില്ല. നിങ്ങൾ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ തങ്ക, ഇവള് മാല. നല്ല പേരാണല്ലോ. മൂപ്പന്റെ മക്കളാണല്ലേ? ഉം. അല്ല, എനിക്കൊന്നും ഇല്ലേ. ഞങ്ങൾ തന്നാ തമ്പ്രാൻ കഴിക്കോ? ഞാൻ തിന്നുകളയും. നാളെ രാത്രി പൊങ്കലിന്റെ തുള്ളല്. തമ്പ്രാനും വരണം, വല്യമ്പ്രാനും വരണം. ഏറ്റു. ഞങ്ങൾ വിരുന്ന് വരും. ഏറ്റു. എന്റെ ഓച്ചറപ്പരദേവരെ, ആ വിരുന്ന് മുഴുവൻ എന്നെ കൊണ്ട് തീറ്റിക്കണേ. ഓ വരാം. ഒന്നുമല്ലേലും പത്മാവതി കുഞ്ഞും ആദ്യമായിട്ട് വിളിക്കുന്നതല്ലേ. എന്താ? ഓ, ഞാനത് ഫോർവേഡ് ചെയ്തില്ല. സർക്കാർ കാര്യമല്ലേടോ. റിമൈൻഡർ ഒക്കെ അങ്ങനെ മുറ പോലെ വരും. പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ വരുമ്പോൾ അസംബ്ലിയിൽ നിന്ന് ചുമ്മാ അലറും. ഇപ്പൊ നിരോധിക്കും, മൂക്കി കയറ്റുമെന്നൊക്കെ. 1 മിനിറ്റ്. അതിലൊന്നും കാര്യമില്ല. മറ്റേ സാധനം അങ്ങ് ചെല്ലുമ്പോ ഇവന്റെ ഒക്കെ നാക്ക് താനെ താഴും. ഓക്കെ, ശരി. കൊച്ചേട്ടോ, ഓ, കൊച്ചേട്ടോ, കൊച്ചേട്ടന്റെ പനിയൊക്കെ മാറിയാ? പനിയോ? ആ, ആർക്ക്? അപ്പൊ കൊച്ചേട്ടനല്ലേ പനി? എനിക്കായിരിക്കും. കടുപ്പത്തിലൊരു ചായ. ചായയോ? ആ. പറ്റ ഒത്തിരി ഏമാത്തുണ്ണി. ലോകാര്യം വല്ലതും ഉണ്ടേ പറ, ഞാനും കേൾക്കാം. ചായ കടം തരത്തില്ല. ഓ, തന്റെ ചായ കിട്ടില്ല, ഇപ്പൊ ചത്തു. വേണ്ടടോ, തന്റെ മോളെടുത്ത് കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. അല്ല, അത് ഞാൻ കാണിച്ചു തരാം ഞാൻ. ആ, താൻ ഇനിയെങ്കിലും ഈ ഗതി കിട്ടാത്ത പണി ഒന്ന് നിർത്തണോ മാപ്പിളെ? ആ ജോണി മുതലാളിയെ പോയി കണ്ട് വല്ല കണക്കെഴുത്ത് പണിയോ കൂലിപ്പണിയോ തരാൻ പറ. നീ കുഞ്ഞിനെ കണ്ട് പഠിക്ക്. മുതലാളി, എന്റെ പട്ടിക്ക് വേണം അവന്റെ കൂലിപ്പണി. കൊടി കെട്ടിയ കുറെ മുതലാളിമാരെ കണ്ടിട്ടുള്ളവരായി ഞാൻ. പിന്നെ ആയി പുതുമണി ശീലക്കാരൻ. അങ്ങനെ അങ്ങ് കൊച്ചാക്കാതോ മാത്തുണ്ണി. ജോണി അല്ലാതെ ഏത് മുതലാളി അവിടെ കൊടി കെട്ടിയത്? ഉണ്ണിത്താന്റെ ചെരുപ്പിന്റെ വിലയുണ്ടോ താനീ പറഞ്ഞ കോണിക്ക്? ഏത് ഉണ്ണിത്താനാണോ? ജയിലിൽ കിടന്ന് മരിച്ച ഉണ്ണിത്താനോ? ആ, അയാൾ മരിച്ചിട്ട് വർഷം രണ്ടായില്ലേ? ആയിക്കോട്ടെ. കൊച്ചേട്ടാ, പറ്റത്രയാ? 2 രൂപ. തന്റെ ജോണി മുതലാളി ഉണ്ടല്ലോ, മുതലാളിയെ കുറിച്ച് അക്ഷരം പറഞ്ഞാൽ നീ അങ്ങോട്ട് മാറ്. അങ്ങോട്ട് മാറ്. അവന് വല്ല വിവരമുണ്ടോ? വേറെ അലവലാതി. നീ മിണ്ടാതിരിടാ. മിണ്ടല്ല. പോയോ ചേട്ടാ? ചേട്ടാ, ഭൈമി പോയ വഴി ഇപ്പോഴല്ലേ പിടികിട്ടിയത്. അന്ന് മുതൽ പരമൂലം കാണാനില്ല. അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും അവനിവിടെ വരണവനാ. കൊല്ലം 2 അവനെയും കാണാനില്ല. എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് കസ്റ്റഡിയിലായിരുന്നോ? വരവെന്തപ്പോ അവൻ വാഴ വെട്ടി. ഏത് വാഴ? ഭൈമി എന്ന വാഴ. ഓ, എന്റെ മാത്തുണ്ണി, നിന്റെ ഒരു ബുദ്ധി. ഇന്ന് നിനക്കൊരു ചായ ഫ്രീ. ആശാനെ, എന്റെ കണക്കിൽ മാത്തുണ്ണിക്ക് ഒരു ചായ കൊടുക്ക്. ആ, എന്റെ പറ്റിലും വേണ്ട വേണ്ട വേണ്ട. എല്ലാ ചായ കൂടി കുടിച്ചാൽ എന്റെ വയറ് പൊട്ടും. ഒരു ചായ മതി, ബാക്കിയുള്ളതിന് കടി പോരട്ടെ. ബെന്നുണ്ടാ, ബെന്നുണ്ടാ. ആ കാറിന്റെ ഫ്രണ്ട് സീറ്റ് പാക്കറ്റ് ഉണ്ട്, അതിനടുത്ത്. നീ വിഷമിക്കാതെ. ഇങ്ങനൊക്കെയായി കാലത്ത്. ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം. അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു? നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ? ഈ കള്ളൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയുമേ. ഇനി ഇപ്പൊ അതാ കൂത്ത്. നിനക്ക് നാണമില്ലേടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ? അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ, ചോര പോലെ നിറമുള്ളത്. കാനായിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നപ്പം കർത്താവ് ആ വീഞ്ഞുണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല. ആ, നീ അടുക്കളയിലോട്ട് ചെല്ല്.
കോഴിയെ പൊരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞല്ലേ അവൻ പോയത്. അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പോ നിന്നെ പൊരിക്കും. ഹലോ മഹർഷി, വരണം. ഹായ്. ഇതാണ് ഞാൻ പറഞ്ഞ മഹർഷി, എന്റെ ഒരു പഴയ സുഹൃത്താണ്. ഇത് ജോണി, എന്റെ ആത്മസുഹൃത്ത്, ബിസിനസ്സുകാരൻ, സർവോപരി സ്ഥലത്തെ പ്രധാന കള്ളപ്പണക്കാരൻ. ഹലോ. ഇരിക്കും. താങ്ക് യു. അല്ല സാറേ, ഇതേ സന്യാസിയാണോ? അയ്യോ അല്ല, വെറും കഴിവേറി, കള്ളക്കഴിവേറി. മാത്യൂസ് എന്നാ കാരണവന്മാരിട്ട പേര്. ഇവരെല്ലാം കൂടെ വിളിച്ചു വിളിച്ച് ഇപ്പൊ മഹർഷി മാത്യൂസ് ആയി. സൈക്കോളജിയിൽ ഒരു PhD ഒക്കെ എടുത്തിട്ടുണ്ട്. പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. എന്തിന്? ഇട്ടുമൂടാൻ സ്വത്തുണ്ട്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഇത്തിരി നടപടി ദൂഷ്യമുണ്ട്. ഇൻട്രസ്റ്റഡ് അല്ലേ? ചെറിയ തോതിൽ. വെരി ഗുഡ്. ഞാൻ തന്നെ പോലെ ഒരു കമ്പനി തപ്പി നടക്കുക. ആഹാ.